ഒരു മിഡിൽ ക്ലാസ് സംവിധാനത്തിലാണ് സത്യത്തിൽ ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ ചെയ്തതിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നൊരു വികാരത്തിലേക്കും കലാപ്രവർത്തനം നാടകം കളിക്കലും നാട്ടിലെ കാക്കാരിശി നാടകം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ ചെറുതിലെ ഡാൻസൊക്കെ പഠിക്കാൻ അതിനുള്ളൊരു പരിസരം ഉണ്ടായിരുന്നു. അവിടെ ഡാൻസ് പഠിക്കൽ, ഭരതനാട്യം പഠിക്കൽ, കാക്കാരശ്ശി നാടകം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാ ആളുകളും കലാകാരന്മാരായിരുന്നു. നാടക പ്രവർത്തനം, നാടകം എന്ന് പറയുന്ന രണ്ടോ മൂന്നോ നിരന്തരം വർഷത്തിൽ 2-3 നാടകം കളിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോഴും സ്വാഭാവികമായിട്ടും അവിടെ ലൈബ്രറി ഉണ്ട്. പിന്നെ വായനയുടെ ഒരു ഈ ഈ ചെറുതിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഉള്ള ഒരു മാനസികാവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിതത്തെക്കുറിച്ചിട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അത് എല്ലാം കടന്നു പോയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ഒരു നല്ല പ്രതിസന്ധി ഘട്ടത്തിലൂടെ ആണ് ബാല്യകാലങ്ങളെല്ലാം കടന്നു പോയിട്ടുള്ളത്. അച്ഛന് ചെറുതിലെ സുഖമില്ലാത്ത ഒരു അവസ്ഥയിൽ പിന്നെ എൻ്റെ വീട്ടിൽ 5 സഹോദരന്മാർ, 5 പേരുണ്ട്. എൻ്റെ കുടുംബത്തിൽ സഹോദരന്മാരായിട്ട് 5 പേരുണ്ട്. പിന്നെ അമ്മയാണ് ഞങ്ങളെ നോക്കേണ്ട ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാരാബ്ധങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ആ പ്രാരാബ്ധം ജീവിതത്തെ മൊത്തത്തിൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നു എന്നുള്ളതാണ്. അപ്പോഴും ഞാൻ പല തരം ആളുകളാണ് എൻ്റെ തൊഴിലാളികളും മറ്റുമൊക്കെ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് ഞാൻ പലപ്പോഴും അതിൽ നിന്ന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടിയുള്ള ആളുകളോടും മെച്ചപ്പെട്ട ചിന്തയുള്ള ആളുകളോടും കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് സഞ്ചരിക്കുന്ന മനുഷ്യരോടൊക്കെയുള്ള സമ്പർക്കം പുലർത്തുക എന്ന് വെച്ച് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. സ്വപ്നങ്ങൾ വല്ലാത്ത തരത്തിൽ സിനിമ സ്വപ്നം, കഥ, മനസ്സിലൊരുപാട് കഥ എഴുതണം. പക്ഷേ എനിക്ക് എഴുത്ത് നടന്നിട്ടില്ല. കഥ എങ്ങനെ എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അത് നടന്നിട്ടില്ല. നാടകം എഴുതണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ എഴുത്തൊരു മടി എനിക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമില്ലാത്തൊരു പണി സത്യം പാട്ടാണ്. അപ്പോൾ അതിന് വലിയ റിസ്ക് ഒന്നുമില്ല. അതിനും പാട്ടും കേട്ടോ അല്ലെങ്കിൽ കണ്ടെത്തിയോ പഠിച്ചാൽ മതി. അത് എഴുതുക എന്ന് പറഞ്ഞാൽ മടിയാണ്. അതുകൊണ്ട് ആ ഏരിയയിലേക്ക് പോകാൻ പറ്റിയില്ല. ഞാനൊരു 10 വർഷക്കാലം എൻ്റെ നാട്ടിലെ ലൈബ്രറി വായനശാലയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് നാട്ടിൽ. എനിക്ക് ആ കുട്ടിക്കാലം തന്നെ എനിക്ക് തോന്നുന്നു ആളുകളെ വായിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നാട്ടിലെ എല്ലാ വീട്ടുകളിലും പോയി പുസ്തകങ്ങൾ കൊണ്ടുകൊടുക്കുകയും അവരെ മെമ്പർഷിപ്പ് എടുപ്പിക്കുകയും അവരോട് വായിക്കുകയും അടുത്ത ആഴ്ച പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വായനശാലയിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ നിരന്തരം നാട്ടിൽ വലിയ വായന ശീലം വളർത്തിയെടുക്കുകയും അങ്ങനെ നാട്ടിൽ ചെറിയ കാലം മുതലേ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇരിക്കുകയും അങ്ങനെ കടമ്പനാടിൻ്റെ തന്നെ, അങ്ങനെ അടൂർ താലൂക്കിൻ്റെ തന്നെ, അങ്ങനെ പത്തനംതിട്ട ജില്ലയുടെയൊക്കെ എല്ലാ അല്ലെങ്കിൽ സാമാന്യ ഭേദപ്പെട്ട തരത്തിൽ നാടകം കളിച്ചും തിരുനാടകം കളിച്ചും ഒക്കെ എന്നെ അറിയാവുന്ന ഒരു അവസ്ഥയിൽ എത്തിയിരുന്നു. രാഷ്ട്രീയപരമായിട്ടും അത്തരത്തിൽ അത്യാവശ്യം അറിയാവുന്ന ഒരാളായി ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എപ്പോഴും ഒരു ഘട്ടത്തിൽ എനിക്ക് അങ്ങനെ പോരാ, പാട്ട് എൻ്റെ ഒരു വഴിയായി ഞാൻ കണ്ടെത്തുകയും അങ്ങനെ പാട്ട് തേടിയുള്ള യാത്രകളും അങ്ങനെ ഡൈനാമിക് ആക്ഷൻ പോലുള്ള സ്ഥാപനങ്ങൾ കണ്ടെത്തപ്പെട്ടുള്ള പാട്ടുകൾ, അങ്ങനെ ഒരുപാട് മനുഷ്യരെ പണ്ട് പാടിയിരുന്ന പാട്ടുകളൊക്കെ തേടിയുള്ള യാത്രകളായി. അങ്ങനെ സിനിമാ പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള സൗഹൃദങ്ങളായി. അങ്ങനെ ഫൈൻ ആർട്സ് കോളേജ്, കലാകാരന്മാർ, ചിത്രകാരന്മാർ, നാടക പ്രവർത്തകർ, അങ്ങനെയുള്ള രീതിയിലേക്ക് ഞാനിങ്ങനെ പതുക്കെ തലസ്ഥാനത്തേക്കാണ് സത്യത്തിൽ അങ്ങ് മാറിയത്. പിന്നെ തിരുവനന്തപുരം എൻ്റെ പ്രവർത്തന മേഖലകളാകുകയും പിന്നെ ഇടയ്ക്കാലത്ത് വീണ്ടും നാട്ടിൽ പോവുകയും നാട്ടിൽ എൻ്റെ എല്ലാ ബന്ധങ്ങളും ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ സൂക്ഷിക്കുകയും ആ പഴയ കാലത്തെ ഓർമ്മകളും സൗഹൃദങ്ങളും ഒക്കെ വളരെ തങ്കപ്പെട്ട ലെവലിൽ തന്നെ ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ എൻ്റെ നാട്ടിൽ പാട്ടെന്നെ സ്വാധീനിച്ചത് തന്നെ പലതരം ഘടകങ്ങളുണ്ട്. എൻ്റെ ചുറ്റോട്ട അമ്പലങ്ങളിലെ ഭാഗവതം വായനകൾ, അവിടുത്തെ ഭജന പാട്ടുകൾ, പിന്നെ പഴയ കാലത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാട്ടുകൾ, ഇത്തരം പാട്ടുകൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ അവർ പൊതുവെ കലാകാരന്മാരായതുകൊണ്ട് തന്നെ
സംഗീതം പഠിച്ചിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും സംഗീതത്തിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആ ഭാഗവതത്തിൻ്റെ വായനകൾക്ക് സംഗീതത്തിന് കുറച്ചുകൂടെ സംഗീതം കൊടുക്കുകയൊക്കെ ചെയ്തു വളരെ വല്ലാത്ത വിസ്താരങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതിനെയൊക്കെ പൊതുവെ മിമിക്ക് ചെയ്യുന്ന ചില സ്വഭാവങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കഥകളി പഠിച്ചിട്ടുള്ള 2 പേരുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭാഗവതം വായിക്കുന്നതും ഭജന പാടുന്നവരും. അപ്പോൾ ഇവർ ഈ ഭജന പാടുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴും അവർ രാഗത്തിൻ്റെ വിസ്താരങ്ങൾ വളരെ മനോഹരമായിട്ടാണ് അവർ. അപ്പോൾ അതിനെയൊക്കെ മിമിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയ സ്വഭാവം എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ അത്തരം പഴയകാല പാട്ടുകാരുടെ ശബ്ദ സംഗീത ആ രീതി എന്നെ സത്യത്തിൽ പലപ്പോഴും പാട്ട് പഠിക്കാത്ത എനിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരത്തെ ബന്ധങ്ങളും വായനയും സിനിമാ പ്രവർത്തനവും സിനിമയും അങ്ങനെ പൊതുപ്രവർത്തനമൊക്കെയായി ഇങ്ങനെ എത്തി നിൽക്കുന്നു.